PV കുട്ടൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. PV കുട്ടൻ, ഇപ്പോഴത്തെ അവിടുത്തെ കാലാവസ്ഥ, എയർലിഫ്റ്റിംഗ് അടക്കം സാധ്യമാക്കാനുള്ള പ്രശ്നങ്ങൾ, ഇതിൻ്റെയൊക്കെ വിവരങ്ങളൊന്ന് നൽകിയാൽ. ജിംഷാദ്, NDRF ടീമും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ്, പോലീസ്, റവന്യൂ ടീം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വളരെ ശക്തമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കോഴിക്കോട് നിന്ന് ടെറിട്ടോറിയൽ ആർമി ബറ്റാലിയനും മെഡിക്കൽ സംഘവും പുറപ്പെട്ടിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ എത്തും. കാരണം ഈ ചുരത്തിന്റെ പല ഭാഗങ്ങളിലും കോഴിക്കോട് നിന്ന് ചുരം കയറി വയനാട്ടിലേക്ക് എത്താനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പല മേഖലകളിലും കനത്ത മഴയെ തുടർന്ന് പുഴയിൽ നിന്നൊക്കെ വെള്ളം കരകവിഞ്ഞൊഴുകി റോഡുകളൊക്കെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാനുള്ള കുറെ പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. മന്ത്രി AK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. രക്ഷാപ്രവർത്തനത്തിൽ സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പും വയനാട്ടിലേക്ക് എത്തുന്നത് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായാണ് സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് അടിയന്തരമായി വയനാട്ടിലേക്ക്. അതൊരു പക്ഷേ ഈ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് പ്രധാനമായി എത്തുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അടക്കം അവിടേക്ക് എത്തുന്നത് ഈ പാലം നിർമ്മിക്കുക എന്നുള്ളതാണ്. പാലമാണ് ഒരു നിർണായക ഘട്ടം രക്ഷാപ്രവർത്തനം, അല്ലേ? ഞാൻ മനസ്സിലാക്കുന്നു. അതെ, ഈ താൽക്കാലിക പാലം നിർമ്മിച്ചാൽ മാത്രമാണ് രക്ഷാപ്രവർത്തനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുള്ളൂ. ഏതായാലും ഇന്നലെ രാത്രി ഉരുൾപൊട്ടി എന്ന വിവരം പുറത്തു വന്നെങ്കിലും ഇത്രയും വലിയ ദുരന്തമാണ് നടന്നതെന്നുള്ളത് സങ്കല്പിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അതിന്റെ തൊട്ടടുത്താണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുത്തുമല ദുരന്തമുണ്ടായത്. അന്നത്തെ ആ കണ്ണീർ ഇപ്പോഴും വയനാട്ടിലെ ജനങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും തോർന്നിട്ടില്ല. അതിന് തൊട്ട് പിന്നാലെയാണ് അജിംഷാദ് ഇത്രയും ദുരിതകരമായൊരു വയനാട് മുന്നോട്ട് പോകുന്നത്. മേപ്പാടിയിൽ അവിടെ ഈ ജോലിക്ക് വന്നവരുണ്ട്, അവിടുത്തെ പ്രദേശവാസികളുണ്ട്. നേരത്തെ അനുഭവമൊക്കെ പറഞ്ഞതുപോലെ 2000-3000 ആൾക്കാർ താമസിക്കുന്ന പ്രദേശങ്ങളാണ് ആ 3 മേഖലകളും. അവിടെ വിനോദസഞ്ചാരികൾ, ടൂറിസ്റ്റുകൾ, പുറത്തുനിന്ന് കേരളത്തിന്റെ പുറത്തു നിന്നുള്ള ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു. മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ 2 ഒറീസ സ്വദേശികൾ ചികിത്സയിലാണ്. അവർ ഈ ടൂറിസ്റ്റുകളാണ്. അവർ കൂടെ ഉണ്ടായിരുന്ന 2 പേരെ കാണുന്നില്ല എന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെ അനൗദ്യോഗികമായി ലഭിക്കുന്നുണ്ട്. ഏതായാലും വളരെ സങ്കടകരമായ കാഴ്ചകളാണ് അജിംഷാദ് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും ഈ പുത്തുമല, ഒരുപക്ഷെ പുത്തുമല എന്ന് പറയുന്നത് ഒരു ഭാഗം അടർന്ന് വീണ് മാറുകയായിരുന്നു, ഒന്നാകെ പോവുകയായിരുന്നു. പക്ഷേ ഒരു 10 പുത്തുമലയേക്കാൾ വലിയ ദുരന്തമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അതിൻ്റെ ആഘാതം എത്ര കണ്ട് വലിപ്പമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കൂടിയാണ് ചോദിക്കുന്നത്. പുഴിക്കുട്ടൻ. അതെ അജിംഷാദ്, നമുക്ക് ഇവിടെ നിന്നും ഇതുമായി ബന്ധപ്പെട്ട ദുരന്ത വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പോലും പറ്റുന്നൊരു മാനസികാവസ്ഥ കൂടിയല്ല. നേരത്തെ അച്ഛന്റെ കരച്ചിലൊക്കെ നമ്മൾ കേട്ടതാണ്. അങ്ങനെ വളരെ വളരെ സങ്കടകരമായ ഒരവസ്ഥയാണ്. പക്ഷെ ആ ഒരു ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ സംഭവം നടന്ന ഉടൻ തീർച്ചയായും കാരണം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സജീവമായി നേരത്തെ അതിന്റെ ദൃശ്യങ്ങൾ കൂടി നമ്മൾ കണ്ടതാണ്. കാരണം ഇതിന്റെ ഓരോ ഘട്ടങ്ങളും ഓരോ ഇഞ്ചും കൃത്യമാക്കി നീങ്ങാൻ അതിൻ്റെ ഇടപെടലുകൾ എവിടെയൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. അത് മാത്രമല്ല, ഇരുസഭകളിലും കേരളത്തിൻ്റെ പ്രതിനിധികൾ വലിയ ശക്തമായ ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം സൈന്യത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും സഹായം സാധ്യമാക്കാൻ രാധാകൃഷ്ണൻ MP-യും ജോൺ ബ്രിട്ടാസ് MP-യും ലോക്സഭയിലും രാജ്യസഭയിലുമായി ഇതിൻ്റെ മൂവ്മെൻറ്റുകൾ നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഏകോപിപ്പിക്കുന്ന ഒരു സംഭവഗതികളാണ് രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യത്തിലുള്ളത്. പക്ഷേ കായികമായി അവിടേക്ക് എത്തുന്നതിനുള്ള ചില പ്രശ്നങ്ങളുണ്ട് എന്നത് മാത്രമാണ് ഇപ്പോൾ തടസ്സം. ആ തടസ്സം നീങ്ങി വരികയാണ് മിനിറ്റുകൾ കഴിയും തോറും. ഈ എല്ലാ പ്രദേശങ്ങളും ഐഡൻറ്റിഫൈ ചെയ്തു. കാരണം നമ്മളെ കൈരളി ന്യൂസിനെ സഹായം അഭ്യർത്ഥിച്ച് നിരവധി പേർ ബന്ധപ്പെട്ടു. നമ്മൾ രക്ഷാപ്രവർത്തകരെ കണക്ട് ചെയ്ത് കൊടുക്കുകയും ആ സ്ഥലം പറയുകയും ചെയ്യുമ്പോൾ തീർച്ചയായും രക്ഷാപ്രവർത്തകർക്ക് ആ സ്ഥലം കൃത്യമായി അറിയാം. അവിടെ ഐഡൻറ്റിഫൈ ചെയ്തു, അവിടേക്ക് നീങ്ങുകയാണ്, അവിടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പലരും പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് നമ്മളുടെ സഹായത്തോടു കൂടി ആ രക്ഷാപ്രവർത്തകർ ആ സ്ഥലം നോട്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് നീങ്ങുകയും ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അവിടെ പോകുന്നത്. പക്ഷേ 2 പ്രദേശം ഒന്നാകെ മണ്ണിനടിയിലാണ് ഇപ്പോൾ, അല്ലേ? അങ്ങനെ തന്നെ പറയാം. അതെ ജിംഷാദ്, ഇപ്പോൾ ഏറ്റവും പ്രായോഗികമായ ഒരു പ്രതിസന്ധി നേരിടുന്നത് കുത്തൊഴുക്കിൽ ഈ രക്ഷാപ്രവർത്തനം ബുദ്ധിമുട്ടാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് താൽക്കാലിക പാലം, സൈന്യത്തിന് കൂടി താൽക്കാലിക പാലം, ആ പാലം വരുന്നതോടുകൂടി തന്നെ രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാൻ വേണ്ടി സാധിക്കും. എങ്കിലും ഈ പരിമിതമായ സംവിധാനങ്ങൾ, പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ, ഇതിന്റെ ഇടയിലൊക്കെ അതിതീവ്രമായ രീതിയിലുള്ള ദ്രുതഗതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അജിംഷാദെ.